ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ A to Z വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും എടുത്തതൊക്കെ കാണിക്കാം. ഇപ്പോൾ ഇതാ രാവിലെ ഒരു 4:15 ഒക്കെ ആയിട്ടുണ്ടാവും. ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് വയ്ക്കാനൊക്കെ പോവാണ്. അപ്പോൾ വിളക്ക് വയ്ക്കുമ്പോൾ നല്ല ഇരുട്ടാട്ടോ പുറത്ത്. അപ്പോൾ ഇതാ ഒരു 5:45 ആയപ്പോഴേക്ക് വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കും. എന്നിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വെറുതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കും. നല്ല രസമാണ് രാവിലെ ഈ ടൈമിലൊന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ. ഒരു പ്രത്യേക തരം തണുപ്പും ഒരു നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് താഴേക്ക് കുറച്ച് നല്ല വ്യൂ ആണ്. അപ്പോൾ ഈ രാവിലെ സമയത്തൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല കിളികളെ ശബ്ദമൊക്കെ കൂടി ആയിട്ട് നല്ല ഭംഗിയായി നല്ലൊരു ഫീലാണ് കേട്ടോ. ഇതാ കണ്ടോ, താഴേക്ക് ദൂരേക്ക് അവിടെ വയലാണ്. പിന്നെ ഇതാ ഈ സൈഡിൽ കാണുന്ന ഇത് അമ്പലത്തിൻ്റെ കോട്ടയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ നാഗക്കോട്ട ഈ സൈഡിലേക്ക് വരുന്ന, അമ്പലം കുറച്ചുകൂടെ ബാക്കിലേക്കാണ്. രാവിലെ അമ്പലത്തിലത്തെ പാട്ടൊക്കെ കേൾക്കാം. 5:30 ആകുമ്പം ഇവിടുന്ന് അമ്പലത്തിൽ പാട്ടിടും. പിന്നെ ഇതാ പുറത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് പിന്നെ ചെടികളൊക്കെ ഒന്ന് നോക്കി പിന്നെ വീണ്ടും അകത്തേക്ക് പോവും. പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് പതുക്കെ ചായയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോഴേക്ക് എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വരും. എന്നിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറി രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. രാവിലെ ഈ ടൈമിൽ ഞാൻ മാത്രം ചായ കുടിക്കുകയുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 6 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഇഡലിയും കടലക്കറിയായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോണത് തറവാട്ടിലേക്കാണ് കേട്ടോ. അവിടെ തറവാട്ടിൽ അമ്പലത്തിൽ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ അത് പോണ വഴി ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, പൂവാട്ടുപറമ്പ് പെരുമൺപുര വിഷ്ണു ക്ഷേത്രം. അപ്പോൾ അവിടെ ഒന്ന് കയറി തൊഴുത്, കുറേ നാളായി വിചാരിക്കണം ഇവിടെ പോകണമെന്ന്. അപ്പോൾ ഒന്ന് പോയി തൊഴുതപ്പോൾ അവിടെ നട അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് തുറക്കുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. നട തുറന്ന ശേഷം തൊഴുത് അവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇതാ ഇതിപ്പം അഴിഞ്ഞിലം ബൈപ്പാസാണ് കേട്ടോ. അഴിഞ്ഞിലത്തെ ഇതാ ദൂരെ കാണുന്നത് കടവ് റിസോർട്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇപ്പം റോഡ് വീതി കൂടിയപ്പോൾ സൈഡിലെ വ്യൂ ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു. മറ്റേത് ആ സൈഡിൽ കൂടെ പോകുമ്പോൾ അങ്ങോട്ട് ദൂരോട്ടും താഴെ നല്ല ഭംഗിയായിരുന്നു. ആ കടവ് റിസോർട്ടിൻ്റെ ആ സൈഡിലുള്ള കുറച്ച് ചെറിയ ചെറിയ ഒരു വീട് പോലെ ചെറിയ ചെറിയ ഓടിട്ട സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനടുത്ത് തന്നെയാണ് കേട്ടോ തറവാട്ടമ്പലം ഇരിക്കുന്നത്. പക്ഷേ വഴി ഇപ്പുറത്തൂടെയാണെന്നുള്ളൂ, അടുത്തടുത്ത് തന്നെയാണ് എല്ലാതും. അപ്പോൾ ഇതാ അവിടെ എത്താറായി. ഇവിടെ നല്ലൊരു ഫ്ലവർ ഷോപ്പുണ്ട്, എന്ത് രസമാണ് കാണാൻ. ചെടികൾ ഇതൊക്കെ ഫുൾ പ്ലാസ്റ്റിക് കേട്ടോ, ഒന്നും ഒറിജിനലല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ ഇവിടെ എത്താനായപ്പോൾ ഇതാ ഈ സൈഡിൽ ഈ റോട്ടിലേക്കാണ് കയറേണ്ടത് കേട്ടോ. ഏട്ടൻ നോർമലി അവിടെ നേരെ അങ്ങ് പോയി. എന്നിട്ട് പിന്നെ വേറൊരു അമ്പലവും കൂടി ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അതും കൂടെ കയറിയിട്ട് തിരിച്ചു വരുമ്പം ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അമ്പലം അല്ല, കാവ് എന്നാണ് പറയുന്നത്. ഈ അമ്പലം കാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ കാവ് എന്നാട്ടോ പറയണത്. അപ്പോൾ ഇത് കോട്ടാശ്ശാലിക്കാവ് എന്നാണ് പേര്. ഞങ്ങളൊക്കെ പറയുമ്പം കൊടശ്ശേരിക്കാവ് എന്ന് പറയും പെട്ടെന്ന്. അപ്പോൾ ഇവിടെ നല്ല ഉത്സവമൊക്കെ ഉണ്ടാവില്ല, ആനയൊക്കെ വരും, നല്ല അടിപൊളി ഉത്സവമാണ് അവിടെ ഉണ്ടാവില്ല. ഈ ഉത്സവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഞങ്ങൾ അവിടെ ആദ്യം കാണിച്ചില്ലേ അവിടുത്തെ തറവാട്ടിൽ ഉത്സവം വരാം. പക്ഷേ അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് അടുത്തടുത്താണ് ഉത്സവങ്ങളൊക്കെ ഉണ്ടാവാറ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉത്സവങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് ഉണ്ടാവാറില്ല, ചെറിയ രീതിയിൽ കുടുംബക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് ഉണ്ടാവുള്ളൂ. ഇതാണ് തറവാട്ടമ്പലം കേട്ടോ, അമ്മയുടെ തറവാട്ടമ്പലമാണ്. അമ്മച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉത്സവം നടന്നിരുന്നതാണ്. പിന്നെ അവിടുന്ന് കുറച്ച് മാമന്മാരെയൊക്കെ കണ്ടായിരുന്നു. വലിയ തറവാടാണ്. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ കുടുംബത്തിലെ കുറേ ആൾക്കാർ അവിടെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാ മാമന്മാരെയും ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു, അമ്മയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അമ്മേനെ ഒന്ന് കണ്ടിട്ട് പോവാം, അവിടെ അടുത്ത് തന്നെയാണ്. അഴിഞ്ഞിലം കാരാട് ഒരു 10 മിനിറ്റിന് അകത്ത് വീട്ടിലെത്തും. അവിടെ വന്ന് ചായയൊക്കെ കുടിച്ചു.
പിന്നെ ഇപ്പോൾ അതാ അവിടെ ചക്കയുണ്ട്, നല്ല അടിപൊളി ചക്ക. ഞങ്ങൾ നല്ല പഴുത്ത ചക്കയാണെന്ന് വിചാരിച്ച് അടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ വെട്ടി നോക്കുമ്പം അത് മൂത്തിട്ട് പോലുമില്ല. പിന്നെ കുഴപ്പമില്ല, അതൊക്കെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. വരുന്ന വഴി അതാ ബോട്ടൊക്കെ ഉണ്ട്. ഏട്ടൻ നല്ല സ്പീഡിലാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ട് വേഗം വന്നതാണ്. പിന്നെ വീട്ടിലെത്തി ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണമൊക്കെ ആക്കി. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതുകൊണ്ട് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയുണ്ടാക്കി കടലക്കറിയും കൂട്ടി ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചു കേട്ടോ, ചോറ് വെച്ചിട്ടില്ല. ഇത് ഏട്ടൻ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്താണ് എന്നുള്ളത്, ഏട്ടനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. അതിപ്പോൾ അതാ തുറന്നപ്പോൾ അതൊരു ടീഷർട്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ, നല്ലൊരു മിലിറ്ററി പച്ച അങ്ങനത്തെ ഒരു കളറാണ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന കളർ ഒരു നരച്ച പോലെയാണ് കാണുന്നത്, ഇതല്ല. അങ്ങനെ അത് കണ്ട് നല്ല അടിപൊളി ടീഷർട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നായിരുന്നു. വീട്ടിൻ്റെ അടുത്ത വീട്ടിലുള്ള, അവിടെ വീട്ടിലെപ്പോൾ പോയാലും അടുത്ത വീട്ടിൽ എന്തെങ്കിലും ചെടി ഞങ്ങൾ ചോദിച്ചു മേടിച്ചുകൊണ്ട് വരും. അവിടുത്തെ തൊട്ടടുത്ത വീട്ടിൽ, എൻ്റെ വീട്ടിൽ അങ്ങനെ ചെടികളൊന്നുമില്ല, തൊട്ടടുത്ത വീട്ടിൽ അവിടെ എന്തെങ്കിലും ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും എന്തെങ്കിലും ഉണ്ടാവും കൊണ്ടുവരാൻ. അങ്ങനെ അവിടെ നിന്നൊരു ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ വാങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നട്ടു. കുറച്ച് കഴിഞ്ഞപ്പം വേറെ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും വന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ ഉള്ളൊരു സാധനമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് തീരെ വെയിറ്റില്ല. അത് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു കാറ്റ്, ഫാനിൻ്റെ കാറ്റടിക്കുമ്പോൾ പോലും അത് വീണു പോവുക. അപ്പോൾ അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തു. പിന്നെ ഇതാ രാത്രി ചിക്കനൊക്കെ വാങ്ങി നല്ല ചിക്കൻ അടിപൊളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി രാത്രിത്തെ ഫുഡും അതൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ്. കുറച്ച് അമ്പലങ്ങളും കുറച്ച് ചെറിയ പാചകമൊക്കെ ആയിട്ട് അങ്ങനെ പോയൊരു ദിവസമാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.